my channel Jupiter Star. So എൻ്റെ ലെറ്റ്സ് പാർക്കിംഗ് വിത്ത് മിനൂസ് ആൻഡ് ദേവൂസ് ആയിരുന്നു. ബട്ട് മിനൂസ് ആൻഡ് ദേവൂസ് ഒരുപാട് ലോങ് നെയിം ആയതുകൊണ്ടാണ് ഇപ്പോൾ ആരെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് യൂട്യൂബിൽ കൊടുത്ത് ഞങ്ങൾ തന്നെ നോക്കിയിട്ട് കിട്ടിയ പോലും ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ജൂപ്പിറ്റർ സ്റ്റാറിനാക്കി നമ്മുടെ ചാനൽ ഒരു ഇച്ചിരി ഹിറ്റാക്കിയാണ് മിനൂസ് ആൻഡ് ദേവൂസ് എന്നാക്കാമല്ലോ. അതുകൊണ്ട് ജൂപ്പിറ്റർ സ്റ്റാറാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. അങ്ങനെ ആക്കിയതിൻ്റെ കാരണമൊക്കെ പിന്നെ പറയാം, പിന്നെ ഒരു ദിവസം പറയാം. അപ്പോൾ ഇന്ന് ഇച്ചിരി കുറേ പേര് എന്തായാലും ഞാനായിട്ട് നിങ്ങൾ കമ്പനി ആകുമ്പോൾ നിങ്ങൾ ചോദിക്കുന്നൊരു കാര്യമായിരിക്കും ഈ യൂട്യൂബറിനെ കുറിച്ച്. പേര് KGF. KGFനെ അറിയാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എനിക്ക് തോന്നുന്നു ഈ ലോക്ക്ഡൗൺ ടൈമിലായിരുന്നു കൂടുതൽ വിട്ടിരുന്നത് KGF. കോവിഡ് വന്നതിന് ശേഷമായിരുന്നു. എനിക്ക് തോന്നുന്നു 2018 or 2019 KGF യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. KGF ഇടുന്ന വീഡിയോസിലെല്ലാം അവൾ കുറേ ഫുഡ് കഴിക്കുന്ന വീഡിയോസായിരുന്നു അവൾ ഇടുന്നത്. എന്നുവെച്ചാൽ കുറേ മീൽസ് ഫുഡ് മൊത്തം കുറേ കഴിക്കും. ചില ഫുഡൊക്കെ ഒരു ഫുഡിലാണെങ്കിൽ അവളിങ്ങനെ ഒരു മീൽ ചവിട്ടിയിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഫുഡ് ഐറ്റംസ് പച്ചയ്ക്ക് ഓട് ഫുഡ്സായിരുന്നു അവൾ കൂടുതലും കഴിക്കുന്നത്. അവളൊന്നും വേവിക്കത്തൊന്നുമില്ലായിരുന്നു, നല്ല ഓടായിരുന്നു അവൾ കഴിച്ചിട്ടിരുന്നത്. അങ്ങനെ അവൾ പക്ഷേ അവൾ ഫുഡ് കഴിക്കുമ്പോഴല്ല അവളുടെ ഈ ഒരു കണ്ണിൻ്റെ ആ ഒരു ഭാഗം അവൾ മറച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് അവൾ ഇടുന്ന വീഡിയോസിലൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇവൾ ഫുഡ് കഴിക്കുമ്പോഴേ അവളുടെ കണ്ണിൽ നിന്ന് കണ്ണീര് വരുന്ന കാണാമായിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 2019 November 10 KGF ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു. ആ വീഡിയോയിൽ KGF ഒരു ഫുഡ് കഴിക്കുമായിരുന്നു, ഒരു മീല്. KGFൻ്റെ പല്ല് ഇളകി വന്നായിരുന്നു, ആ ഫുഡിലേക്ക് ഇളകി വന്നായിരുന്നു. അത് വലുതായിട്ട് ആരും കാര്യമാക്കി എടുത്തോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ എടുത്തു. കാരണം ഇതിനു മുമ്പ് KGF അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസിൽ KGFൻ്റെ ചുണ്ട് മുറിഞ്ഞിരിപ്പുണ്ടായിരുന്നു കേട്ടോ, ചുണ്ട് മുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ കൈകളിലെല്ലാം കുറേ മുറിവുകളും ചതവുകളും എല്ലാം ഉണ്ടായിരുന്നു. സോ ഇതെല്ലാം ശ്രദ്ധിച്ച അവളുടെ സബ്സ്ക്രൈബേഴ്സ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ടു, ഇതെന്താണ് കയ്യിൽ ഒരു പാടുകളൊക്കെ ചതവൊക്കെ. അപ്പോൾ KGF ചോദിച്ചു, ചതവോ? അത് ചതവൊന്നും ഇല്ല, അത് ഈ സൂര്യൻ്റെ ഇത് സൺലൈറ്റ് അടിച്ചിട്ട് സൂര്യഘാതം സംഭവിക്കില്ലേ, അങ്ങനെ സംഭവിച്ചതാണ് എൻ്റെ കയ്യിലെന്ന്. അപ്പോൾ ചോദിച്ചു അതെന്താ ഒരു കൈ? അവളുടെ ഒരു സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചു ഒരു കൈ മാത്രമേ സംഭവിച്ചുള്ളൂ, വേറെ എവിടെയും സംഭവിച്ചില്ലല്ലോ. അപ്പോൾ പറഞ്ഞു. അപ്പോൾ വേറൊരു സബ്സ്ക്രൈബർ ചോദിച്ചു ചുണ്ടിൽ എന്താ മുറിവെന്ന് ചോദിച്ചു. സൂര്യകാന്തം ഇട്ട് ചുണ്ടേ മുറിവ് വരുമെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് എന്തോ ഒഡിസ്റ്റോ അങ്ങനെ എന്തോ ഒരു അസുഖമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ദേഹത്തെ ചതവ് വരും, ചുണ്ടി മുറിവ് വരും, അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ബട്ട് അതിനകത്ത് അപ്പോൾ നിങ്ങൾ പറയും കുഴപ്പമില്ല, അപ്പോൾ അവൾ സേഫാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലായിരുന്നു 2019 November 10 അവളൊരു മീല് കഴിച്ചപ്പോൾ അവളുടെ പല്ലിളകി വന്നു എന്നുള്ള കാര്യം. ആ പല്ലിളകി വന്ന ദിവസമായിരുന്നു KGF ലാസ്റ്റായിട്ട് വീഡിയോ ഇട്ടത്. അതിനുശേഷം KGFൻ്റെ ഒരു വീഡിയോസും ഇതുവരെ അപ്ലോഡ് ആയിട്ടില്ല. സോ അവൾക്ക് എന്താണ് പറ്റിയത്, അവൾക്ക് എന്താണ് സംഭവിച്ചത് എന്നൊക്കെ അറിയാനുള്ള എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഞാൻ. ബട്ട് എനിക്ക് അങ്ങനെ മൊത്തത്തിലുള്ള അറിവുകളൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും എനിക്കൊരുവിധമൊക്കെ ഗൂഗിളിൽ പറഞ്ഞു തന്നു ഗൂഗിളെങ്കിൽ. ഞാൻ ഇനി ബാക്കി നിങ്ങൾക്ക് കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാതെ. അങ്ങനെയാണ് KGFന് ഇപ്പം അവൾ സേഫാണെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ആ വീഡിയോ അന്ന് അവൾ അതിന് മുമ്പൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ദിവസത്തിന് എനിക്ക് തോന്നുന്നു 19 November 19 അവൾ ഇട്ടൊരു വീഡിയോയിൽ KGF ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് ബാക്കിൽ നിന്നൊരു ബോയുടെ സൗണ്ട് ഉണ്ടാകും, ഈറ്റ് ഫാസ്റ്റ് വാട്ട് ആർ യു ഡൂയിങ് ദ ഈറ്റ് ഫാസ്റ്റ്. KGF ഇത് കേട്ടപ്പോഴത്തേക്കും ഇങ്ങനെ പക്ഷെ നമുക്ക് അവളുടെ കണ്ണാക്ഷൻ കാണാൻ പറ്റില്ല, ബിക്കോസ് അവളത് മറച്ചിരിക്കുകയാണ്. അവളിങ്ങനെ ഒന്ന് തിരിഞ്ഞിട്ട് പെട്ടെന്ന് ഫുഡ് കഴിക്കുകയായിരുന്നു. ഇതുവരെ KGF കഴിച്ചുകൊണ്ടിരുന്നതിനെക്കാട്ടി ഫാസ്റ്റായിട്ടായിരുന്നു അപ്പോൾ ആ സൗണ്ട് കേട്ടതിന് ശേഷം കഴിച്ചത്. അപ്പം നമുക്ക് മനസ്സിലാക്കാം അവിടെ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. പടപടപടപടെ അതാണ് സംഭവം. KGFൻ്റെ സ്റ്റോറി അതാണ്. പിന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു KGFന് ഇപ്പം പ്രശ്നമൊന്നും ഇപ്പം ഞാൻ ഇന്ന് ഇവിടം വരെ പറഞ്ഞു നിർത്തുന്നുള്ളൂ.
KTFന്റെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ സെക്കൻഡ് പാർട്ടായിട്ട് ഇടാം കേട്ടോ, നിങ്ങൾ നോക്കിയാൽ മതി. അതിനകത്ത് KTFന് എന്താണ് സംഭവിച്ചത്, അവളിപ്പോൾ സേഫാണോ അല്ലയോ എന്നാണ് അറിയേണ്ടത്. ഓക്കെ, ചിലർ പറയുന്നു അവളെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയാലോ, ചിലർ പറയുന്നു അവളിപ്പോൾ സേഫാണെന്ന്. എന്നാൽ നിങ്ങൾ കമൻറ്റ് ഇടുക ഗൈസ്. അപ്പം നമുക്ക് നാളത്തെ വീഡിയോയിൽ ഞാൻ ഉറപ്പായിട്ടും ഇടാം ഒരു സെക്കൻഡ് പാർട്ട് KTFന്റെ. ഓക്കെ, ബൈ, ലവ് യു ആൻഡ് ബൈ.